നിനക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ വീടും വൃത്തിയാക്കി അമ്മയ്ക്ക് കോഫി ഉണ്ടാക്കി നിൽക്കാനാണോ പ്ലാൻ? അല്ല ശ്രീലു, ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് കേക്കണ്ട. ഈ മാസം നിനക്ക് ജോലി ആയിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും പൊക്കോ. നിന്നെ ഞാൻ എന്റെ കമ്പനിയിലെടുക്കാം. പക്ഷെ നീ നല്ലോണം റെസ്പോൺസിബിൾ ആയിരിക്കണം. നിന്റെ കഴിവ് നീ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാപ്പിയാവും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്ക് മനസ്സിലായി ശ്രീലു. എന്നാ എന്റെ കൂടെ വാ. ശ്രീലക്ഷ്മിക്ക് ഓഫീസിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഋഷി അവളെ സ്കൂട്ടറിൽ ഓഫീസിലാക്കി കൊടുത്തു. അവിടെ ശരത് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹലോ ശ്രീലക്ഷ്മി. ഹായ്. കാരണം ആ സമയത്ത് കമ്പനി നഷ്ടത്തിലായിരുന്നു. ശരത്തിന് ആദ്യമേ ശ്രീലുവിനൊരു നോട്ടം ഉണ്ടായിരുന്നു. അവൻ അവളെ സഹായിക്കുമെന്ന് സമ്മതിച്ചു. സോറി ശരത്, അത് ഞാൻ. ഇത് കേട്ട ശരത്ത് പിറകിൽ നിൽക്കുന്ന ഋഷിയെ നോക്കി. ഇതാരാ? നിന്റെ ഡ്രൈവറാണോ?